കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം, നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ എന്നാണ്. നടന്നു പോകാൻ 1.5 അടി വീതി, പക്ഷെ പോസ്റ്റ് ഇടയ്ക്ക് വന്നു. അപ്പം പിന്നെ കുറയും. ഇപ്പം കുറയുമ്പം ഒരടി വീതിയാണ് നടന്നു പോകാൻ. ഭരണത്തിന്റെ സ്വാദ് അതിന്റെ ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്കാകെ കഴിയും. ഇത് എത്ര വർഷമായി ഈ റോഡ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? 2 കൊല്ലം. ഈ വർഷമെങ്കിലും ശരിയാവോ എന്ന് തന്നെ ഞാനും നിങ്ങളുടെ വീഡിയോ എടുക്കണതാ. ഇത് വലിയ ബുദ്ധിമുട്ടല്ലയോ? വലിയ ബുദ്ധിമുട്ട്. ആട്ടോ വരൂല വിളിച്ചാ. പ്രൈസാ ഇവിടെ പേനോടി എഴുതിക്കോ. മജി വലിയ കുഴിയൊന്നും ഇല്ലല്ലോ, ഇറങ്ങാമല്ലോ അല്ലേ? ആഴം കുറവാ, 10 സെന്റിമീറ്റർ. അതിലും കൂടുതലുണ്ട്, 12 സെന്റിമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇവിടെ 13. എഴുത് പ്രൈസ് എഴുത്, 13 സെന്റിമീറ്റർ ആഴം. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. നടക്കാനൊന്നും പറ്റൂല. അവിടുന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ് വരണേണ്ട, തല കുത്തനെ ചരിഞ്ഞും മറിഞ്ഞുമാണ് ബസ് വരണത്. ഇപ്പൊ അത് വരണില്ല, അവരത് നിർത്തി. ഇപ്പം വീടിന് അടയാളം പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായെന്ന് തോന്നുന്നില്ലേ? കുളത്തിന്റെ അടുത്ത വീടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് പറയാൻ. എല്ലാരും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എൻ്റെ അടുത്ത് ചോദിക്കണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളെ വീടിന്റെ അടുത്ത് എന്താണ് ഇങ്ങനെ കിടക്കണത്, നിങ്ങളെ റോഡ് മാത്രം ഇങ്ങനെ കിടക്കണം എന്താണ്? നമ്മുടെ നാട്ടിലെ ഏതൊരാളെയും നാടിൻ്റെ വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. പ്രമേട്ട ഓടുക. ഈ റോഡിൽ ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും ചെറിയ കുഴി. 2 മീറ്റർ നീളം, ഏതാണ്ട് 1 മീറ്റർ വീതി, 1.25 മീറ്റർ വീതി. ഒരാളിന് ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അയാൾ ഇതുവഴി പോകുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ആണ്ടാ ഒരു ചെറിയൊരു മൈനർ ആക്സിഡന്റ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ഇതുവഴി പോയത് കാരണം ഇവിടുത്തെ ഈ ബോണ് 2-3 പീസായിട്ട് പൊട്ടി. ആ ഒരു അവസ്ഥയാണിത്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം, നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ എന്നാണ്. ഇത് കണ്ടോ, ഈ വാഹനത്തിന്റെ ഏതാണ്ട് കണ്ടോ ഒരു 10 സെന്റിമീറ്റർ ഇല്ല, ഒരു 8 സെന്റിമീറ്റർ മാത്രം, അല്ല 7 സെന്റിമീറ്റർ കൂടെ ആണെങ്കിൽ ഇത് തറയും മുട്ടും. സർക്കാർ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഓട്ടോ പോലും ഇനി യഥാർത്ഥത്തിൽ ഈ റോഡ് വഴി വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒന്ന് സഹായിക്കണം, കുറച്ചും കൂടെ കുഴിയാവണം. കണ്ടവർക്ക് പോകാൻ വയ്യ. എത്ര പേര് ഇതിൻ്റെ അടുത്ത് കുഴിയിൽ വീണ്, എത്ര പേര് ചെളിയിൽ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടുത്തെ കൗൺസിലർ എന്തിരി ചെയ്ത്, ഇവിടുത്തെ മന്ത്രി എന്തിരി ചെയ്ത്. എന്തിനാ ഈ റോഡ് ഇത്ര മോശമായി കിടക്കുന്ന? ഇവിടെ ഒറ്റ കാരണമേ ഉള്ളൂ, ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമില്ലായ്മ. അഥവാ ഇതിലും ഉത്തരവാദിത്തമില്ലാത്ത ഏതെങ്കിലും ജനപ്രതിനിധികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.